ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച് എന്തു തോന്നുന്നു? ഇവിടെ ഒരു ടേണിങ്ങിനുള്ള ഒരു ടെക്ടോണിക് ഷിഫ്റ്റിനുള്ള സാഹചര്യം ഉണ്ടോ? മുർഷിദാബാദ് പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ CPM-നെ സംബന്ധിച്ച് ബംഗാളിൽ ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജയം പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് അതാണ്. എന്താണ് തോന്നുന്നത്? സാധ്യതയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മോഡിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരുടെ പ്രചരണ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തമായ വിദ്വേഷ പ്രസംഗങ്ങളാണ്. ആ ഭ്രാന്തമായ വിദ്വേഷ പ്രസംഗങ്ങൾ സൂചിപ്പിക്കുന്ന എന്താണ്? വലിയ രീതിയിൽ ഭൂരിപക്ഷ മതസമുദായ ധ്രുവീകരണം ഉണ്ടാക്കാതെ തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ 400 സീറ്റ് നേടാം എന്നുള്ള അവരുടെ ആത്മവിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ശക്തമായി വരുന്ന എല്ലാ പ്രാദേശിക പാർട്ടികളിലും അവർ വിള്ളലുണ്ടാക്കി. പ്രത്യേകിച്ച് RJD, JDS ഈ പാർട്ടികളെ ബീഹാറിൽ അവർ ഇത് ഭിന്നിപ്പിച്ചു. JDUവിനെ അവർ നിതീഷ് കുമാറിനെ അവരുടെ NDA മുന്നണിയിലേക്ക് കൂട്ടി. ഇതേ അവസ്ഥ തന്നെ എന്താണ് മഹാരാഷ്ട്രയിലുണ്ടായി. അവിടുത്തെ ശിവസേനയിൽ വിള്ളലുണ്ടാക്കി, NCPയിൽ വിള്ളലുണ്ടാക്കി എന്ന് മാത്രമല്ല അതിൻ്റെ സ്ഥാപകനായ ശരത് പവാറിന് ആ പാർട്ടിയും ചിഹ്നവും വരെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാക്കി. ഈ രീതിയിലുള്ള അവരുടെ ഇടപെടലുകൾ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ, പ്രത്യേകിച്ച് അത് പ്രാദേശിക പാർട്ടികളാണ് അതിൻ്റെ സാമൂഹ്യ ബലം എന്ന് പറയുന്നത്. ഈ പ്രാദേശിക പാർട്ടികളുടെ ഐക്യത്തെ തകർത്ത് കഴിഞ്ഞാൽ തങ്ങൾക്ക് സുഗമമായിട്ട് 400 സീറ്റിലേക്ക് എത്താം എന്ന കണക്ക് കൂട്ടലാണ് അമിത്ഷായ്ക്കും മോഡിക്കും ഉണ്ടായിരുന്നത്. ആ കണക്കൂട്ടലുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ കേൾക്കാം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പോളിംഗ് ശതമാനം കുറയുന്നത് BJPയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ അതെന്താണ്? ആളുകൾക്ക് വിജയിക്കും, മോഡിയെ തന്നെ അധികാരത്തിൽ വരും എന്ന ഉറപ്പുള്ളത് കൊണ്ട് ആളുകൾ അത്ര സജീവമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ല വിഷയം. വിഷയം എന്താണ്? രാജ്യത്തെ ജനങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ BJPക്കെതിരായി ചിന്തിക്കുന്നു, മോഡിക്കെതിരായി ചിന്തിക്കുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പണപ്പരപ്പുവുമല്ലേ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ്? പൊതുവായ ഒരു മരവിപ്പുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണി സജീവമായിരിക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും മുൻകൈയെടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് അനുകൂലമായ വിധിയെഴുത്തും ഉണ്ടാകുമെന്നുള്ളതാണ് കാണിക്കുന്നത്. ആ വിധിയെഴുത്തിൻ്റെ ഒരു പരിഭ്രാന്തിയാണ് നരേന്ദ്രമോദിയെ. ഇപ്പോൾ എന്താ പറയുന്നത്? വോട്ട് ജിഹാദ് എന്നാണ്. ഇന്നലെ വരെ നമ്മൾ മീറ്റ് ജിഹാദും ലവ് ജിഹാദും ഒക്കെ കേട്ടവരാ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യാപകമായി മോഡി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം എന്താണ്? വോട്ട് ജിഹാദാണ്.